ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് തരുന്ന വണ്ടിയാണ്. അപ്പോൾ നിലവിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമുക്ക് ഇതേപോലെ റണ്ണിങ്ങിൽ വണ്ടി ഓഫായി പോയ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പെട്രോൾ ടാപ്പിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്രോൾ ടാപ്പൊക്കെ നമ്മൾ മാറ്റി പുതിയത് വെച്ചാണ്. പുതിയ പെട്രോൾ ടാപ്പും ഈ പൈപ്പും ഒക്കെ മാറ്റി പുതിയത് നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ കാർബറേറ്ററിൻ്റെ പ്രോബ്ലം, നിലവിൽ കാർബറേറ്റർ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ് വണ്ടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തേക്കണതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. നമ്മളപ്പോൾ അന്ന് കാർബറേറ്റർ അഴിച്ചിട്ടുണ്ടായില്ല. ഇന്ന് നമ്മൾ വന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പ്ലഗ് ഓൾറെഡി ഷോർട്ടിങ് കാണിച്ചിട്ട് പ്ലഗ് പോയിട്ടുണ്ടായിരുന്നു. പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടായി, പക്ഷേ കറക്റ്റായിട്ട് വണ്ടി റേസ് ആവുന്നുണ്ടായില്ല. അപ്പോൾ പെട്രോൾ കൂടുതൽ ഇറങ്ങി ചെന്നിട്ടാണ് പ്ലഗ് പോയേക്കണത്. അപ്പോൾ നമ്മൾ കാർബറേറ്ററുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചു. കാർബറേറ്റർ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഫുൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ ഇരിക്കണം. അതിൻ്റെ അതിൽ തന്നെ ഫ്ലോട്ട് യൂണിറ്റൊക്കെ പുതിയത് കിടക്കണം. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഈ സ്ലോജറ്റൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയി പോയേക്കാം. ഇത് പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ്, പക്ഷേ ബ്ലോക്ക് ആയേക്കണതുകൊണ്ട് വന്ന പ്രോബ്ലമാണത് കേട്ടോ. കാരണം ഈ സ്ലോജറ്റ് ബ്ലോക്ക് ആകുമ്പോൾ മെയിൻ ജെറ്റിയുടെ കൂടുതൽ പെട്രോൾ അതിനകത്തേക്ക് വലിച്ചെറുക്കും. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന പെട്രോൾ കത്താതെ വരുമ്പോഴും ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കും. അപ്പോൾ നിലവിൽ നമുക്ക് കാർബറേറ്റർ ഇപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാം. അതിന് ശേഷം നമുക്കത് ഈ സ്ലോജറ്റ് ഒന്ന് മാറ്റിയിടാം. ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പെട്രോളാണ്. പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. ഇപ്പോൾ ദിവസത്തിൽ നമ്മൾ ഇതിന് ഈ ചെയ്യുന്ന വണ്ടികളിൽ ഇപ്പോൾ ഒരു 10 വണ്ടി കയറ്റേണ്ടി അതിനകത്ത് ഒരു 8 വണ്ടിക്കും ഇതേ കംപ്ലൈൻ്റ് ആണ്. സെയിം പ്രോബ്ലമാണ്, കാർബറേറ്ററിൻ്റെ പ്രശ്നമാണ്. സാധാരണ പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലമാണ് വരാറ്. ഇപ്പോൾ ഇതിന് നിലവിൽ ഇപ്പോൾ ഓവർഫ്ലോ കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ല, വന്നുകൂടായില്ല. കാരണം അത്രയ്ക്കും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇപ്പോൾ ഈ പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ട കേസ് കേട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ച് അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ ഞാനത് അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യേണ്ട, ഒന്നുകൂടി ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ട. ഇതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്കുണ്ട് വീണ്ടും ഇതിനകത്തുണ്ടോ. ഇതൊക്കെ ക്ലീനർ അടിച്ചാൽ ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വരും. അപ്പോൾ ആ ക്ലീനർ ഉപയോഗിച്ച് ഒന്നുകൂടി ക്ലീൻ ചെയ്തിടാം. അതിന് ശേഷം ഈ സ്ലോജറ്റും സ്പാർക്ക് പ്ലഗും മാറ്റിയിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇപ്പം നിലവിൽ കാണിക്കുന്ന ആ പ്രോബ്ലം അതിൻ്റെയാണ്. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ പെട്രോളുമായിട്ട് വന്ന പ്രോബ്ലം വീണ്ടും റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കും. അതിന് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ വന്നിട്ടില്ല. പെട്രോളിൽ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് അത് പെട്രോൾ പമ്പുകളിൽ കിട്ടും. അത് ഇടയ്ക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഇപ്പം നിലവിൽ. അപ്പോൾ വരും നാളുകളിൽ നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുമായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ഇറങ്ങിപ്പോയി. അപ്പോൾ അതും ഞാൻ അഴിച്ചൊന്ന് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം കേട്ടോ.